ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈനുമായുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2 ദിവസത്തെ സന്ദർശനത്തിന് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയയെ നിയമിച്ച് സുപ്രീംകോടതി. കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ റഷ്യൻ പ്രസിഡന്റ് പങ്കുവച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യുക്രൈനുമായുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതായും സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണുന്നത് ലക്ഷ്യമിട്ട് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടത്തും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ്, ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്, നാറ്റോ സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നത യൂറോപ്യൻ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുക്കും. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ പാർലമെന്റ് പാസാക്കി. വൻകിട തുറമുഖങ്ങൾ ഒഴികെയുള്ള തുറമുഖങ്ങളുടെ ഫലപ്രദമായ നടത്തിപ്പിനായി സംസ്ഥാന മാരിടൈം ബോർഡുകൾ സ്ഥാപിക്കുക, തുറമുഖങ്ങളിലെ മലിനീകരണം, ദുരന്തങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ, സുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യാൻ വ്യവസ്ഥയുണ്ടാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ബിൽ കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ രാജ്യസഭയിൽ പറഞ്ഞു. ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് തുറമുഖ മന്ത്രാലയം വലിയ സംഭാവന നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. Has brought to this august house after going through wider consultation with all the coastal states and also the other stakeholders, user of the ports, exporter, importer, all the connected stakeholders. So this is the power of the vision of our Honorable Prime Minister. This is through which we are going to make India one of the leading maritime nations in the world. വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ബഹിരാകാശ മേഖല നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ശുഭാൻഷു ശുക്ലയുടെ നേട്ടം സംബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ രംഗത്ത് രാജ്യം നടത്തുന്ന ഗവേഷണങ്ങളും നവീകരണങ്ങളും ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായതായി അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ നേട്ടത്തിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. एक 65 वर्षीय महिला थी पैगी विल्सन, उसके अतिरिक्त एक पोलैंड के थे स्लॉस और एक हंगरी के थे टिबर कापू, लेकिन सबसे महत्वपूर्ण भूमिका और सबसे महत्वपूर्ण काम शुभांशु शुक्ला पर दिया गया था. ये हमारी क्षमताओं का विश्वसनीयता थी. തദ്ദേശീയമായി ചിപ്പ് സെറ്റുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയെ ഉൽപ്പന്നാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് സെമി കണ്ടക്ടർ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിൽ ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ ന്യൂഡൽഹിയിൽ സന്ദർശിച്ചു. ശ്രീ രാധാകൃഷ്ണന്റെ ദീർഘകാലത്തെ പൊതുസേവനവും വിവിധ മേഖലകളിലെ അനുഭവവും രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ വ്യാഴാഴ്ച വരെ നൽകാം. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയയെ നിയമിച്ച് സുപ്രീംകോടതി.
സർക്കാരും ചാൻസലറും നൽകിയ പട്ടികയിൽ നിന്ന് ചെയർപേഴ്സൺ 2 സർവകലാശാലകൾക്കുമായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട അംഗങ്ങളുടെ പേരുകൾ കൈമാറാൻ കേരള സർക്കാരിനോടും ചാൻസലറായ ഗവർണറോടും സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കേരള പഞ്ചായത്ത് രാജ് 2025 സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകൽ ചട്ടം നിലവിൽ വന്നു. സംരംഭക മേഖലയിലെ കാതലായ മാറ്റമാണ് പുതിയ ചട്ടമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇതുപ്രകാരം നിയമവിധേയമായ എല്ലാ സംരംഭങ്ങൾക്കും ഇനി പഞ്ചായത്തുകളിൽ നിന്ന് ലൈസൻസ് ലഭിക്കും. തൃശൂർ ജില്ലയിലെ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് തൃശൂർ മുൻ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉചിതമായ നിയമ സംവിധാനങ്ങൾ വഴി പരിഹരിക്കേണ്ടതാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ 3 മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ 2 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കടുത്ത തലവേദന, പനി, ഛർദി, കഴുത്ത് തിരിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ആദി കർമ്മയോഗി അഭിയാൻ പദ്ധതി പ്രകാരം വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഗോത്ര വ്യക്തികളുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹങ്ങളുടെ വിലമതിക്കാനാവാത്ത അറിവ്, സാംസ്കാരിക പൈതൃകം, ജീവിതശൈലി എന്നിവ സംരക്ഷിക്കപ്പെടണമെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഗോത്രവിഭാഗത്തിന് സജീവ പങ്കാളികളാകാൻ കഴിയുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പര മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 125-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച 24ാമത് പ്രത്യേക പ്രതിനിധി ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനൊപ്പം ചൈനീസ് വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്തു മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഛത്തീസ്ഗഡ് തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടകയുടെ വിവിധ ഭാഗങ്ങൾ, തെലങ്കാന തുടങ്ങിയ ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മേഖലകളിൽ കാലാവസ്ഥാ വിഭാഗം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അടുത്ത ഒരാഴ്ച കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വോട്ടർ അവകാശ യാത്ര ഇന്ന് ഔറംഗാബാദ്, ഗയ എന്നിവിടങ്ങളിലെത്തി. INDI സഖ്യ നേതാക്കളും പ്രതിഷേധ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. 16 ദിവസം കൊണ്ട് ബീഹാറിലെ 20-ലധികം ജില്ലകളിലൂടെ കടന്നുപോകുന്ന യാത്ര സെപ്റ്റംബർ 1-ന് പറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ സമാപിക്കും. കസാഖിസ്ഥാനിൽ നടക്കുന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഹരിയാനയിൽ നിന്നുള്ള കപിൽ ബെയ്ൽസ്ല ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടി. 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷ ജൂനിയർ ഫൈനലിലാണ് സ്വർണ്ണ നേട്ടം. ഇന്ത്യയുടെ ജോനാഥൻ ഗാവിൻ ആന്റണി വെങ്കലം നേടി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനായുള്ള 100 ദിവസത്തെ പരിവർത്തന അജണ്ടയ്ക്ക് സർക്കാർ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ. 2ാമത് ലോക്മത് ഗ്ലോബൽ എക്കണോമിക് കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ഉപഭോക്തൃ വിപണിയും നിക്ഷേപ കേന്ദ്രവുമായി രാജ്യം ഉയർന്നുവരികയാണെന്ന് ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈനുമായുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2 ദിവസത്തെ സന്ദർശനത്തിന് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി
റിട്ടയേർഡ് ജഡ്ജി സുധാൻഷു ധൂലിയയെ നിയമിച്ച് സുപ്രീംകോടതി. കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.